യാത്രാ സൗകര്യങ്ങളുടെ പേരിൽ കേരളത്തിന് എന്നും അവഗണന മാത്രമാണ്. പൂജ അവധി, ഗാന്ധി ജയന്തി തുടങ്ങി 3 അവധികൾ ഒരുമിച്ച് വരുന്ന ഒരു ദിവസമായിരുന്നു ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ സമയത്ത് പോലും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കേരളത്തിലെ ആളുകൾക്ക് മതിയായ സൗകര്യം ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈക്ക് പോയി. അങ്ങോട്ടൊരു കറണ്ട് ടിക്കറ്റ് കിട്ടിയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റി. തിരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് ചെന്നൈയിൽ നിന്നും ഒരു സ്പെഷ്യൽ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു. ഈ ട്രെയിൻ പാറ്റ്നയിൽ നിന്നും പുറപ്പെട്ട് ചെന്നൈ വഴി എറണാകുളത്തിനെത്തുന്ന ട്രെയിനാണ്. ഈ ട്രെയിനിൽ ഇന്നലെ ഉച്ചയ്ക്ക് പെട്ടെന്ന് റിസർവേഷൻ ക്ലോസ് ചെയ്തതാണ്. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഈ ട്രെയിനിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ പോലുമില്ല. ട്രെയിൻ 6 മണിക്കൂറോളം വൈകിയാണ് ഇന്നലെ ചെന്നൈയിലെത്തിയത്. ഇങ്ങനെ സർവീസ് നടത്തി കേരളത്തെ തോൽപ്പിക്കുന്ന ഈ ഇന്ത്യൻ റെയിൽവേയുടെ ഇത്തരം അവസ്ഥയ്ക്കെതിരെ എല്ലാ ആളുകളും മലയാളികളൊന്ന് പ്രക്ഷേപിക്കുകയാണെങ്കിൽ ഇതിനൊരു മാറ്റം ഉണ്ടാകില്ലേ? മലയാളികളുടെ യാത്രാ സൗകര്യത്തിന് ഒരു പരിധി ഉണ്ടാവുകയില്ലേ? ഇതാണ് അതിൻ്റെ ഇൻസൈഡ് അവസ്ഥ എന്ന് പറയുന്നത്. ഇത്രയും വൃത്തിഹീനമായ ഒരു ട്രെയിൻ നൽകിക്കൊണ്ടാണ് നമ്മളെ ദീപാവലിക്ക് സ്പെഷ്യൽ ട്രെയിൻ തന്നു എന്ന് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിച്ചു വിട്ടത്. 7 മണിക്കൂർ വൈകി ഇന്നലെ 12:30 വെളുപ്പിന് 12:30 ചെന്നൈയിൽ നിന്ന് കയറുമ്പോൾ പോലും ആളില്ല. ഈ ട്രെയിൻ ഇപ്പോൾ രാവിലെ കോയമ്പത്തൂർ എന്നുള്ള അവസ്ഥയാണിത്.